ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കൂടുതൽ ഗുരുതരമായ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായ അതീവ പ്രാധാന്യമുള്ള ഒരു കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചിരുന്നു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസാണ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ശബരിമല സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അതീവ ഗൗരവതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. ആ കണ്ടെത്തലുകളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്, അങ്ങേയറ്റം ഗ്രാവിറ്റി ഉള്ളതാണ് എന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ, ഏറ്റവും ഒടുവിൽ വന്ന ഇടക്കാല ഉത്തരവിലും പറയുന്നത്. അതിനകത്ത് കൂടുതൽ ശക്തമായ അന്വേഷണം വേണം, കുറ്റവാളികൾ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ആരും രക്ഷപ്പെടാൻ അനുവദിക്കരുത്, എല്ലാ തരത്തിലുമുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം, എല്ലാ രീതിയിലും ശക്തമായ ഒരു തറോവലി ഇൻവെസ്റ്റിഗേറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് സമഗ്രമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ വിഷയത്തിൽ വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കോടതി തന്നെ നിയോഗിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അത് ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് കോടതി സ്വമേധയാ രൂപീകരിച്ചിരിക്കുന്നത്. ആ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. രണ്ടാമത്തെ FIR-ൽ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അതിനകത്ത് പറയുന്നുമുണ്ട്. ആ FIR-ൽ പറയുന്നത് വളരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മോഷണം നടന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ആ രണ്ടാമത്തെ FIR-ൽ കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2019 ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ, അവർ ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ പ്രതികളായിരിക്കുന്നു എന്നതാണ്. ഓർക്കണം, അന്ന് 2019 ആ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും ഒപ്പം തന്നെ ഈ ശ്രീകോവിലിന്റെ കതക്, അതിന്റെ കട്ടള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് കൊടുത്തു വിടുമ്പോൾ അന്ന് അവിടെ ആ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ടുള്ളത് പത്മകുമാറാണ്, CPM-ന്റെ നേതാവാണ്. ഒപ്പം തന്നെ ശങ്കർദാസ് ഉണ്ട്, രാഘവൻ എന്ന് പറയുന്ന ഒരു CPI-യുടെ അംഗമുണ്ട്. അങ്ങനെ 3 പേർ, ഈ 3 പേരും ഈ പറയുന്ന പോലെ രണ്ടാമത്തെ FIR-ൽ പ്രതികളായിരിക്കുന്നു. 8ാമത്തെ പ്രതികളായിട്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന നിലയിലാണ്, പ്രത്യേകിച്ച് ഓരോ അംഗങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, മറിച്ച് 2019 ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാമത്തെ പ്രതികളായിട്ട് അവരെ ചേർത്തിരിക്കുന്നത്. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെയും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ പത്മകുമാർ ആകട്ടെ മറ്റുള്ളവരാകട്ടെ അവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കൈകഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിച്ചത്. കാരണം ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരിൽ മാത്രം ഈ പഴി ചേർത്തുകൊണ്ട് തങ്ങളൊക്കെ നിരപരാധികളുണ്ട്, തങ്ങളുടെ കയ്യിൽ ഒരു കളങ്കവുമില്ല, തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള ഒരു രീതിയിൽ അവർ പ്രതികരണം നടത്തുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് 2019 വളരെ നിർണായകമായ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ പ്രതികളാകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനകത്ത് ഈ പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള കളവ് അല്ലെങ്കിൽ അതിനകത്ത് സ്വർണം കാണാതായ സംഭവത്തിലാണ് ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയാണ് അതിനകത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ FIR-ൽ 1ാമത്തെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതിനകത്ത് സ്പോൺസറായിട്ട് വന്നുകൊണ്ട് ഈ ശബരിമലയിലെ സ്വർണങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോയി അടിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം, അദ്ദേഹമാണ് രണ്ടാമത്തെ FIR-ൽ 1ാമത്തെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട്. അതേസമയം ഈ പറയുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ നടത്തിക്കൊടുത്ത സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻസിനെ നിലവിൽ ഈ ഘട്ടത്തിൽ പ്രതി ചേർത്തിട്ടില്ല. അതേസമയം അവരെ സംബന്ധിച്ച് വളരെ നിർണായകമായ പങ്ക് ഈ ഒരു ഗൂഢാലോചനയിൽ അവർക്കുണ്ട് എന്ന് ഈ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നേരത്തെ അവര് മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിച്ചിരുന്നത് തങ്ങൾ സ്വർണം പൂശി അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളിൽ തങ്ങൾ ഈ പ്ലേറ്റിംഗ്, ഗോൾഡ് പ്ലേറ്റിംഗ്, സ്വർണം പൂശി കൊടുക്കുന്ന ഒരു പണി തങ്ങൾക്കില്ല, പ്യുവറായിട്ടുള്ള ചെമ്പിൽ മാത്രമേ തങ്ങൾ ഈ പ്ലേറ്റിംഗ്, ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തുകയുള്ളൂ, അങ്ങനെയുള്ള പ്യുവറായിട്ടുള്ള ചെമ്പാണ് തങ്ങളുടെ മുന്നിൽ വന്നത്, അതിനകത്താണ് തങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയതെന്നൊക്കെയുള്ള വളരെ ഏവരെയും തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമൊക്കെയാണ് അവർ നടത്തിയിരുന്നത്, പ്രതികരണമായിട്ട് തന്നത്. എന്നാൽ പിന്നീട് ഈ പറയുന്ന
ഈ വിജിലൻസിന്റെ അന്വേഷണത്തില് അത് ശരിയല്ല, ഈ പറയുന്നത് പോലെ അവരത്ര സത്യസന്ധരൊന്നുമല്ല, അവർക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ ഈ പറയുന്ന ശബരിമല വിജിലൻസിന് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുകൊടുത്ത സ്വർണ്ണപ്പാളികൾ, അത് ആ ചെമ്പുപാളികളിൽ നിന്നും വേർതിരിച്ചെടുത്തതും എല്ലാം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവർക്കിത് അറിയാമായിരുന്നു. അങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണത്തില് ഒരു ചെറിയ ശതമാനം സ്വർണം അതിനകത്ത് പൂശിയിട്ടുണ്ട്. നല്ലൊരു പങ്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് തിരികെ കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് വേണ്ടിയിട്ട് കൽപേഷ് എന്ന് പറയുന്ന ഒരാൾക്കാണ് അത് കൈമാറിയത്. ബാക്കി കുറച്ച് തങ്ങളുടെ പണിക്കൂലി എന്ന നിലയിൽ നല്ലൊരു പങ്ക് ആ സ്മാർട്ട് ക്രിയേഷൻസ് കൈവശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൽപേഷിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൽപേഷ് ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ റോൾ എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നോമിനിയായിട്ടാണ് അദ്ദേഹം ഈ സ്വർണം ഏറ്റുവാങ്ങിയത്. 400 ഗ്രാമോളം സ്വർണം അദ്ദേഹം ഏറ്റുവാങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ആ കൽപേഷ് ആരാണ്, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും കണ്ടെത്തലും ഒക്കെ തന്നെ ആവശ്യമായിട്ടുണ്ട്. എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശക്തമായ അന്വേഷണവുമായിട്ട് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. 2 കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ടാണ് അന്വേഷണ സംഘം കണ്ടിരിക്കുന്നത്. ആദ്യത്തേത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ആ പാളികൾ അടർത്തിക്കൊണ്ടുപോയി അതിനകത്ത് ഏതാണ്ട് ഹൈക്കോടതി തന്നെ കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഓരോ ദ്വാരപാലക ശില്പങ്ങളിലും കുറഞ്ഞത് 1.5 കിലോ സ്വർണം വീതം അതിനകത്ത് ക്ലാഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് കടത്തിക്കൊണ്ട് പോയി തിരിച്ചു വരുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ 1.5 കിലോ ഒന്നും ഇല്ല, വളരെ തുച്ഛമായ സ്വർണം മാത്രമേ പൂശിയിട്ടുള്ളൂ. അന്ന് വിജയമല്യ പതിപ്പിച്ചു കൊടുത്ത ആ സ്വർണ്ണമൊക്കെ തന്നെ എവിടെ പോയി എന്ന പ്രശ്നമുണ്ട്. അത് കണ്ടെത്താനായിട്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായ വിഷയത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമല ശ്രീകോവിലിന്റെ വാതില് കട്ടളപ്പാളികളിലെ ഈ പറയുന്ന പോലെ ഗോൾഡ് ക്ലാഡിംഗ് ആയിരുന്നു. ആ പാളികളും സ്വർണ്ണപ്പാളികളും കാണാതായിട്ടുണ്ട്. അതിനകത്തും വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അതും സമാനമായ രീതിയിൽ മറ്റൊരു കേസായിട്ട് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഉന്നതരിലേക്ക് ഈ കേസുകളൊക്കെ തന്നെ എത്തും, അന്വേഷണമൊക്കെ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 FIRഉം തയ്യാറായതോടുകൂടി ഇനിയിപ്പോൾ ഇവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനും അവരുടെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് പോകാനുമുള്ള ഒരു സമയമാണ് ഇനിയുള്ളത്. അധികം സമയമില്ല. 6 ആഴ്ചക്കകത്ത് ഈ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു പോകരുത്, സീൽഡ് കവറിലായിരിക്കണം ഈ റിപ്പോർട്ട് തങ്ങൾക്ക് സമർപ്പിക്കേണ്ടത്. കോടതിയിൽ എത്തുന്നത് വരെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങളൊന്നും തന്നെ ചോർന്നു പോകരുത്, മാധ്യമങ്ങളുമായിട്ട് ഈ അന്വേഷണ വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കരുത്, അങ്ങനെയുള്ള വളരെ കർശനമായ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി, മുൻ ഹൈക്കോടതി ജഡ്ജി കൂടിയായ KT ശങ്കരൻ, അദ്ദേഹം ശബരിമലയിൽ എത്തി അവിടുത്തെ ഇൻവെന്ററി തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നിലവറയിലും ഒക്കെ തന്നെ പരിശോധന നടത്തി എന്തൊക്കെ ഉരുപ്പടികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്, അത് രജിസ്റ്ററുമായിട്ട് ഒത്തുനോക്കണം, എന്തെങ്കിലും കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പരിശോധിക്കൊപ്പം തന്നെ ആറന്മുളയിൽ എത്തി ഏറ്റവും മെയിനായിട്ടുള്ള നിലവറ അവിടെയാണ്. അവിടെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വെച്ചിരിക്കുന്നത്, അവിടെയും പരിശോധന നടത്തി അതിന്റെ ഒരു ഇൻവെന്ററി തയ്യാറാക്കേണ്ടതുണ്ട്. അത്തരമുള്ള നടപടികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ശബരിമലയിൽ ഈ പറയുന്ന പരിശോധന നടത്തുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. ഈ സ്വർണം എവിടെ പോയി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. വിജയമല്യ 98 ഏതാണ്ട് 30 കിലോ സ്വർണം, 30-ലധികം കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലും ഈ ഗോൾഡ് ക്ലാഡിംഗ് നടത്തിയത്. അതിപ്പോൾ നാമമാത്ര സ്വർണമായിട്ട് മാത്രം അവശേഷിച്ചിരിക്കുന്നു. ആ ക്ലാഡിംഗ് നടത്തിയ സ്വർണ്ണമൊക്കെ തന്നെ എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് നാമമാത്രമായ സ്വർണം പ്ലേറ്റ് ചെയ്ത് വെക്കുക, സ്വർണം പൂശിക്കൊണ്ട് വന്ന് വീണ്ടും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള അങ്ങേയറ്റത്തെ തിരുട്ട് പരിപാടികളാണ്, തിരുട്ട് റാസ്കലുകളാണ് ഈ ഒരു ദേവസ്വത്തെ നയിച്ചതും അതിന് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരമാണ്. അവരുടെയൊക്കെ തന്നെ കൈകളിൽ വിലങ്ങ് വീഴുന്ന കാഴ്ചയ്ക്കായിട്ടാണ് കേരളം നോക്കിയിരിക്കുന്നത്. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടില്ലാത്ത തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോഷണമാണ്. അമ്പലക്കള്ളന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ശബരിമല പോലെ പരിപാവനമായ ഒരു ക്ഷേത്രത്തിലെ സ്വർണങ്ങൾ എല്ലാം തന്നെ കട്ടുമുടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
2019 അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അത് കഴിഞ്ഞ് 2021 ആദ്യം കെ രാധാകൃഷ്ണനായിരുന്നു ദേവസ്വം മന്ത്രി. പിന്നീട് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചു പോയപ്പോൾ പിന്നീട് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിട്ട് എത്തിയത് BN വാസവനാണ്. ഇവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കൈകഴുകി നിൽക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയെന്ന ചില വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് എന്തിനാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഈ പറയുന്ന രണ്ടാമത്തെ FIR-ൽ അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അത് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ യഥാർത്ഥ പ്രതികളെ, അതിനകത്ത് പങ്കുവഹിച്ച ഒരു അണുവിടെയെങ്കിലും പങ്കുവഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കേരള ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന അന്വേഷണ സംഘത്തിനുണ്ട്. അത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സമഗ്രമായ രീതിയിൽ, അതിൻ്റെതായ കൃത്യമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരള ജനത ഉറച്ചു വിശ്വസിക്കുന്നത്.